നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദൻ്റെ പ്രഭാത വന്ദനം. ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം കഴിഞ്ഞ ദിവസം വരെ 5-ാമത്തെ സ്റ്റാൻസയാണ് ശ്രദ്ധിച്ചത്. ഇന്ന് നമുക്ക് 6-ാമത്തെ സ്റ്റാൻസ നോക്കാം. ചുഴം നീടുന്ന സംസാര ചക്രത്തിൽ ഉഴം നീടുന്ന മുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. ഇവിടെ ഭക്തകവി പൂന്താനം പറയുന്നത് ഒരു ജീവിത യാഥാർത്ഥ്യം ആണ്. ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങളുടെ ജീവിത ചക്രത്തിൽ, സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പരമാർത്ഥ ജ്ഞാനം നൽകുന്നതിനായി മുമ്പുണ്ടായിരുന്ന മഹാത്മാക്കൾ ലഘുവായ ഒരു മുക്തി മാർഗം ഉപദേശിച്ചിട്ടുണ്ട്. അതെന്തെന്ന് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുവിൻ എന്നാണ് ആദ്യം പറയുന്നത്. ശാസ്ത്രങ്ങളുടെ ബാഹുല്യവും വൈവിധ്യവും നിമിത്തം സംസാര ചക്രത്തിൽ പെട്ട് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അവന് ഏതാണ് എളുപ്പമായ മുക്തി മാർഗമെന്ന്, മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം ഈ കലിയുഗത്തിൽ എന്താണെന്ന് കവി പറയുകയാണ്. ആ മുക്തിമാർഗം സ്വയം കണ്ടറിയുവാൻ വളരെ വിഷമമുണ്ടാകാം. അവർക്ക് വേണ്ടി എളുപ്പത്തിൽ മുക്തി ലഭിക്കാവുന്ന ഒരു മാർഗമാണ് ഞാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ഇതേ ആശയം തന്നെ ശ്രീമദ് നാരായണീയത്തിൽ 2-ാം ദശകത്തിലെ 8-9 ശ്ലോകങ്ങളിൽ ശ്രീ നാരായണ ഭട്ടതിരിയും പറഞ്ഞിട്ടുണ്ട്. കർമ്മയോഗം സ്വീകരിച്ചാലുള്ള ദുർഘടവും ഉപനിഷത്തുക്കളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെ അവ്യക്തതയും സാധാരണക്കാരന് മാർഗതടസ്സങ്ങളായേക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നാരായണീയത്തിൽ മുക്തിയിലേക്കുള്ള എളുപ്പമാർഗം പറയാമെന്ന് പറഞ്ഞു വെച്ച കവി ഇനിയുള്ള വരികളിൽ അത് പറയുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. കവി ഇതുവരെ പറഞ്ഞു വന്ന പ്രകൃതം വിട്ട് സ്വല്പം മറ്റൊരു കാര്യം പറയുകയാണ്. ആ അടിസ്ഥാന കാര്യം പറഞ്ഞാൽ മാത്രമേ മുക്തി മാർഗം പറയുന്നത് അർത്ഥവത്താവുകയുള്ളൂ. അതിനാൽ അദ്ദേഹം പറയുന്നത് എളുപ്പത്തിലുള്ള മുക്തിമാർഗം എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. എല്ലാവർക്കും ശുഭസുദിനം ഗുരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. ശുഭസുദിനം.